വിധു, ചായ. വിധുവേ, ചായ. ഓ കിടന്നലറാതെ മനുഷ്യ, അതേ ഞാൻ വരുന്നു. ഇന്നാ നിങ്ങളുടെ ചായ കുടിക്ക്. ഡി കിങ്ങിണി. എന്താ അമ്മ? ഡി കിങ്ങിണി, ആ തലതെറിച്ച സാധനം ഇതുവരെ എഴുന്നേറ്റില്ലേ? എഴുന്നേക്കത്തില്ല. അതങ്ങനെ സൂര്യൻ വന്ന് ചന്തിയിലടിച്ചാലും അവൾ എഴുന്നേക്കത്തില്ല. നിനക്കൊക്കെ അല്ലേ ഇന്ന് കല്യാണത്തിന് പോകേണ്ടത്. ആ തന്തയുടെ മക്കളല്ലേ ഇതും. ഇതിൻ്റെ അപ്പുറം പ്രതീക്ഷിച്ചാൽ മതി. മാറിക്കേ, ആ പെണ്ണിനെ പോയി ഞാൻ പിടിച്ചെഴുന്നേപ്പിക്കട്ടെ. ഹോ, അതിനും കുറ്റം എനിക്ക്. ദിവാവേ, അയ്യോ, ഞാൻ വെള്ളത്തിൽ വീണേ. പേടിച്ചു പോയി. എന്താ അമ്മ, മനുഷ്യനെ പേടിപ്പിക്കുവോ? എന്താന്നോ സമയം എത്രയെന്ന് വല്ല വിചാരമുണ്ടോ അവേ നിനക്ക്? ഇന്ന് നിനക്കൊക്കെ കല്യാണത്തിന് പോകണ്ടല്ലേ, അത് മറന്നോ? അയ്യോ മറന്നു, മൈനയുടെ കല്യാണം. ഷോ, ആ തെണ്ടി കിങ്ങിണി എഴുന്നേറ്റിട്ട് എന്നെ ഒന്ന് വിളിച്ചു പോലുമില്ല. വെച്ചിട്ടുണ്ടടി. ആ ഇനി അതും പറഞ്ഞോണ്ട് നിന്നു. പോയി റെഡി ആവാൻ നോക്ക് പെണ്ണെ. അതുപോലുള്ള കൊച്ചി രാവിലെ റെഡിയായി. ഒന്ന് പോതാളെ. ബാവേ, അടി കൊള്ളും നീ. എൻ്റെ പൊന്നു വാവേ, ഇന്നെങ്ങാനും ഒന്ന് ഇറങ്ങാൻ പറ്റുമോ? ആ ട്രെയിൻ മിസ്സായാൽ പിന്നെ നമ്മൾ വല്ല ചെന്നൈ എക്സ്പ്രസ്സിനും ചാടി കയറേണ്ട വരും. ഓ എൻ്റെ പൊന്നു കിങ്ങിണി, നീ ആ കരിനാക്കെടുത്ത് വളയ്ക്കാതെ. ഓ, ഇനി ഇവിടെ കിടന്ന് വഴക്കുണ്ടാക്കാതെ രണ്ടും ആ കാറിലെങ്ങാനും പോയിരിക്കും. ഓ, മനുഷ്യൻ ചെവിതല കേൾപ്പിക്കത്തില്ല. അതങ്ങനെ തൊള്ളയുടെ അല്ലേ മക്കള്. എന്തേലും പറഞ്ഞോ? ഏയ്, എന്നാ പറയാ. അപ്പൊ ശരി വിധു. അപ്പൊ ബൈ അമ്മ, 5 ദിവസം കഴിഞ്ഞ് വീണ്ടും കാണാം. അമ്മ പോയിട്ട് വരാവേ. ആ ശരി ശരി. എൻ്റെ ഭഗവാനെ, ആ വീടിനെയും വീട്ടുകാരനെയും കല്യാണപ്പെണ്ണിനെയും എല്ലാം നീ തന്നെ കാത്തോണേ. ഇനി എൻ്റെ മക്കളോട് രണ്ടുപേരോട് ഈ പപ്പയ്ക്കൊരു കാര്യം പറയാനുണ്ട്. പോകുന്ന പോലെ തന്നെ തിരിച്ചു വരണം. എവിടുന്നും അടിയൊന്നും വാങ്ങിച്ചോണ്ട് വരരുത്. ഓ, ഒന്നുകൊണ്ടും പേടിക്കണ്ട പപ്പ, എല്ലാം ഈ കിങ്ങിണി ഏറ്റു. ഇവൾ ഒരു കുരുത്തക്കേട് ഒപ്പിക്കാതെ ഞാൻ നോയിക്കോളാം. ഓ, ഒന്ന് പോടി. എനിക്ക് അവളെക്കാളും പേടി നിന്നെയാ. അവൾക്ക് പെട്ട ഊരാനെങ്കിലും അറിയാം, നിനക്ക് അതുപോലും അറിയത്തില്ല. ഓ തന്ത സമ്മതിക്കൂല. ഡീ കിങ്ങിണി, ദേ ട്രെയിൻ എടുത്തു. അപ്പ ശരി പപ്പേ, വാടി കിങ്ങിണി, ഓടിക്കോ. ഞാൻ അപ്പളേ പറഞ്ഞതല്ലേ നേരത്തെ എഴുന്നേക്കണം. ഇപ്പം എന്തായി, അനുഭവിച്ചോ? ശവത്തി കുത്താതെൻ്റെ കിങ്ങിണി. ഞാൻ അറിഞ്ഞു ഇങ്ങനെയൊക്കെ ആകുമെന്ന്. എൻ്റെ കിങ്ങിണി, നീ വിഷമിക്കാതിരിക്കുക. ഈ ഇരിക്കുന്ന ഫാമിലി അടുത്ത സ്റ്റോപ്പിൽ ഇറങ്ങുമെന്നാണ് തോന്നുന്നത്. എങ്കിൽ നമുക്ക് അവിടെ കയറിയിരിക്കാം. അങ്ങനെ 1 സ്റ്റോപ്പ് കഴിഞ്ഞു, 2 സ്റ്റോപ്പ് കഴിഞ്ഞു, 5 സ്റ്റോപ്പും കഴിഞ്ഞു. പിന്നീടാണ് ആ നഗ്നസത്യം ഞങ്ങൾക്ക് മനസ്സിലായത്. അവർ ഈ ട്രെയിനിൻ്റെ ലാസ്റ്റ് സ്റ്റോപ്പ് വരെ ഉള്ളവരാണെന്ന്. ഇതാണോടി നിൻ്റെ ഇപ്പം ഇറങ്ങും ഫാമിലി? നിന്ന് മനുഷ്യൻ്റെ കാല് കഴിച്ചു. വീണ്ടും ശവത്തി കുത്താതെൻ്റെ കിങ്ങിണി. എൻ്റെ പൊന്നു കൊച്ചുങ്ങളെ, ഇച്ചിരി അങ്ങോട്ട് നീങ്ങി നിൽക്കും, മനുഷ്യന് ശ്വാസം മുട്ടുന്നു. എങ്ങോട്ട് നീങ്ങാൻ? ഈ തള്ള ഇതെന്തുവാ ഈ പറയുന്നേ? പക്ഷെ ഈ ബാഗ് എവിടെയും വെക്കാറുണ്ടെങ്കിൽ. ഇതാരായി നിൽക്കുന്നേ?
അതെ. എന്താ? ഹലോ, എന്താണ്? അത് പിന്നെ ഈ ബാഗ് ഒന്ന് മണ്ടയ്ക്ക് വെച്ച് തരൂ. അയ്യേ, നാണം കിട്ടി. എന്നാലും എൻ്റെ ഭാവിയെ നോക്കി നിന്ന് കളഞ്ഞു. നീ എന്താടി ഇങ്ങനെ? എന്നാലും അതാരായിരിക്കും? എന്ത് ഭംഗിയാ കാണാൻ. എന്താടി നീ ഒറ്റയ്ക്കിരുന്ന് പെറുപെറുക്കുന്നേ? ഇനി സീറ്റ് കിട്ടാതെ നിന്റെ തലയ്ക്കകത്തുള്ള ബുദ്ധിയൂടെ പോയോ എൻ്റെ ഭാവിയെ? പൊടിക്കാട്ട് വെച്ച് അവരുടെ രോഞ്ഞ കോമഡി. എന്റെ പിള്ളേരെ, അവിടെ അത്രയും സ്ഥലം കെട്ടിയിട്ട് ഇവിടെ എന്തിനാ കൂടി നിൽക്കുന്നേ? കുറച്ചങ്ങോട്ട് നീങ്ങി നിൽക്ക്. ഓ, ഈ പരട്ടത്തൊള്ളെ കൊണ്ട് ഭയങ്കര ശല്യമാണല്ലോ ഇവരെ. ഇന്ന് ഞാൻ വലിയ വേണ്ട. എന്താണ് മോനെ ഒരിളക്കം? എന്ത്? കുറെ നേരമായി കണ്ണും നോക്കുന്നു, വീഴാൻ പോകുന്നു, പിടിക്കുന്നു. എന്താണ്? മമ്മിയോട് പറയട്ടെ? എൻ്റെ പൊന്നെടാ, ചതിക്കരുത്. എന്നിട്ട് വേണം ആ തള്ള അടുത്ത അവിഹിതം ഉണ്ടാക്കാൻ. എന്തായിരുന്നു അവിടെ? എന്ത്? അല്ല, കുറെ നേരമായി നോം ചിലതൊക്കെ കാണുന്നുണ്ട്. എന്ത്? സ്റ്റോപ്പ് എത്താറായി, അങ്ങോട്ട് നടക്കുവണ്ണേ. വീണ്ടും നാണം കെട്ടു. ഇതിലും വലിയ നാണംകെടൽ സ്വപ്നങ്ങളിൽ മാത്രം. സ്റ്റേഷൻ എത്താറായല്ലോ. അവള് തിരിഞ്ഞു നോക്കുവോ? തിരിഞ്ഞു നോക്കണം. നോക്കിയേക്കാം. ഇനി ചിലപ്പോൾ കണ്ടില്ലെങ്കിലോ? അങ്ങനെ കല്യാണ വീടെത്തി. ഇനി ആ പരട്ടേനെ കൂടെ ഒന്ന് കണ്ടാ മതി. എടി പരട്ടകളെ, എത്ര നേരമായിടി നിന്നെയൊക്കെ നോക്കി ഞാനിവിടെ നിൽക്കാൻ തുടങ്ങിയിട്ട്. ഓ, എൻ്റെ മൈനെ കിടന്ന് അമറാതെ, ആൾക്കാർ ശ്രദ്ധിക്കൂ. ഞങ്ങളീ വന്നില്ലേ? കൊള്ളാടി, ഒന്നുമില്ല, നിൻ്റെയൊക്കെ ഒരേ ഒരു ബെസ്റ്റ് ഫ്രണ്ട് അല്ലേടി ഞാൻ. എന്നിട്ട് എൻ്റെ കല്യാണത്തിന് ഇത്രയും താമസിച്ചാരുണ്ട് കയറി വന്നേക്കുന്നേ. ഇനി അകത്തോട്ട് വാ. നല്ല തീരുമാനം, അങ്ങോട്ട് മാറി നിൽക്ക്. ഞാൻ എൻ്റെ നടുവൊന്ന് നിവർത്തട്ടെ. ആ ട്രെയിനിലൊരു പന്ന തളച്ചി ഉണ്ടായിരുന്നു. അവർ ഞങ്ങൾ ഒരിടത്ത് നിൽക്കാൻ സമ്മതിച്ചിട്ടില്ല. അങ്ങോട്ട് നല്ല പിള്ളേരെ, ഇങ്ങോട്ട് അവർ അമ്മൂമ്മയുടെ. मुंडा थोड़ा ऑफ बीट है पर कुड़ियां दे नाल बहुत स्वीट है. मुंडा थोड़ा ऑफ बीट है पर कुड़ियां दे नाल बहुत स्वीट है. ലഡുവിന് അത്ര മധുരം പോരാ അല്ലടി കിങ്ങിണി? ശരിയാ. എന്നാലും കുഴപ്പമില്ല, അഡ്ജസ്റ്റ് ചെയ്യാം. നീയൊക്കെ ലഡുവും കെട്ടിക്കൊണ്ട് ഇവിടെ ഇരുന്നു. കാർത്തിയൊക്കെ വന്നു. കാർത്തിയോ? അതാരാ? നമ്മളറിയാത്തൊരു കാർത്തി.
എടി പൊട്ടി, എന്നെ കല്യാണ ചേർക്കൻ കാർത്തിക്. ഹോ, ഞാൻ കാർത്തിന്നാ വിളിക്കുന്നേ. ആ അതെ, ദാ വന്നല്ലോ. കിങ്ങിണി, ഞാൻ ഇപ്പൊ വരാം. ഇവക്കിതെന്നെ പറ്റി? ഹലോ, എൻ്റെ പേര് മാധവ്. ഇഷ്ടമുള്ളവർ എന്നെ ഉണ്ണിന്ന് വിളിക്കും, ഇഷ്ടമില്ലാത്തവർ പലരും വിളിക്കും. പക്ഷെ കുട്ടിക്ക് എന്നെ ഉണ്ണിയേട്ടാന്ന് വിളിക്കാം. അയ്യേ, അതിന് നീ ഏതാടാ അവൻ്റെ ഒരു ഉണ്ണിയേട്ടൻ? പോള കാട്ടുപൊടി. മൈനെ, ഞാൻ പോയി വാവ എന്നെ എടുക്കുമെന്ന് നോക്കിയിട്ട് വരാവേ. തുടങ്ങുന്നതിന് മുന്നേ മൂഞ്ചിയല്ലോ നാഥ. ആ കുഴപ്പമില്ല, ഞാൻ കറക്കി എടുത്തോളാം. നിനക്ക് എന്താ വാവേ, നീ അവനെ ഇന്നലെ കണ്ടതല്ലേ ഉള്ളൂ. അപ്പത്തേക്കിന് പ്രേമമൊന്നും ഉണ്ടാവില്ല. ഇനി അവനെ അങ്ങനെ കാണാനും പാടില്ല, കാരണം നിന്റെ കൂട്ടുകാരിയുടെ ഭർത്താവാൻ പോകുന്ന ആളല്ലേ. എന്തു പറ്റിയ വാവേ, നീ കരയാണോ? എന്താ നിന്റെ മുഖമൊക്കെ വല്ലാതിരിക്കുന്നേ? എനിക്ക് കുഴപ്പമൊന്നുമില്ല, നിനക്ക് തോന്നുന്നതായിരിക്കും. വാ, നമുക്ക് അങ്ങോട്ട് പോയാലോ. നീ ആരോടാ കള്ളം പറയാൻ നോക്കുന്ന വാവേ? മര്യാദയ്ക്ക് സത്യം പറ, എന്താ പ്രശ്നം? എന്താ ആരുമില്ലല്ലോ ഇതൊന്നും പറഞ്ഞു. എൻ്റെ പൊന്നു കിങ്ങിണി, മനുഷ്യനൊരു ദുരന്ത കഥ പറഞ്ഞിരിക്കുമ്പോൾ ഇങ്ങനെ ഇരുന്ന് കിണിക്കരുത് കേട്ടോ. എടി ഭൂലോക ദുരന്തമേ, നീ ആദ്യം ചെറുക്കനെ കണ്ടു? ആ, ഞാൻ കണ്ടു. നടന്നു വരുന്നത് ഞാൻ കണ്ടതാ. നിന്നോട് പറഞ്ഞിട്ട് കാര്യമില്ല. ബാ അങ്ങോട്ട് വാ, നീ കണ്ടു തന്നെ മനസ്സിലാക്ക്. അല്ലാതെ ഇപ്പം എന്തു പറയാനാ? ദേ നോക്ക്, ദണ്ടാ നിൽക്കുന്നതാണ് നമ്മുടെ മൈനയുടെ ചെറുക്കൻ. മനസ്സിലായോ പൊട്ടി? ഇനി ദാ വരുന്നതാണ് നീ ട്രെയിനിൽ വെച്ച് കണ്ട ചേട്ടൻ. അതായത് ചെറുക്കൻ്റെ അച്ഛൻ്റെ ചേട്ടൻ്റെ മകൻ, യാദവ് ശങ്കർ. ഓ മതി മതി വെള്ളം ഇറക്കിയത്. ആ, ഇനി എനിക്കൊരു കാര്യമേ പറയാനുള്ളൂ. ആള് മാരീഡ് ആണോ കമ്മിറ്റഡ് ആണോ, ഇനി ആരെയും ഇഷ്ടമാണോ, ഇതൊക്കെ അറിഞ്ഞിട്ടേ മോള് പ്രേമിക്കാൻ തുടങ്ങാവുള്ളൂ. അല്ലെങ്കിൽ എല്ലാത്തിൻ്റെ അവസാനം നീ വന്ന് എൻ്റെ ചെവി തിന്നാൻ തുടങ്ങും. ഇതൊരു അപേക്ഷയാണ്. ഓ നെഗറ്റീവ്. ഹായ്, ഹലോ ഗേൾസ്. ഞങ്ങൾ നേരത്തെ പരിചയപ്പെട്ടതാ, എന്നാ നിങ്ങൾ പരിചയപ്പെട്. ഇടാ കുഞ്ഞിക്കോഴി, ഒന്ന് വന്നേ ഇങ്ങോട്ട്. കുഞ്ഞിക്കോഴി നിന്റെ അപ്പൻ. എന്താ? ഏയ് നത്തിങ്. കമോൺ, നമുക്ക് പോവാം. എന്നാ ശരിയടാ, എൻജോയ്. ഓടാ നാറി. എടോ, എന്നാ നമുക്ക് പരിചയപ്പെട്ടാലോ? യാദവ് ശങ്കർ, അതാ എന്റെ പേര്. സോറി. എന്തിന്? അല്ല, അന്ന് ട്രെയിനിൽ വെച്ച് മേത്തടിച്ചില്ലേ, അതിനാ സോറി. താനാള് കൊള്ളാവല്ലോ. അപ്പൊ നമ്മൾ ഇനി കണ്ടില്ലായിരുന്നെങ്കിൽ താൻ എങ്ങനെ സോറി പറഞ്ഞേനെ? എടോ, താൻ ഓക്കെ അല്ലേ? എന്താ താൻ വിറയ്ക്കുന്നേ? വെള്ളം വേണം. ഇന്നാ ഇത് കുടിക്ക്. ഓ ഫസ്റ്റ് ഇംപ്രഷൻ അത് പോയി കിട്ടി. നീ എന്താ ഇങ്ങനെ? ഹലോ, താൻ ഏത് ലോകത്താ? കുറെ നേരം ആയല്ലോ. ആമ്പൽ കൃഷ്ണ.
എന്താന്ന്? ആമ്പൽ കൃഷ്ണ എൻ്റെ പേരാ പറഞ്ഞേ. ആമ്പൽ, അല്ലിയാമ്പൽ. എന്താ വിളിച്ചേ? അല്ലിയാമ്പൽ. അതെന്താ അങ്ങനെ വിളിച്ചേ? ഞങ്ങളുടെ നാട്ടിലെ ആമ്പലിനെ അങ്ങനെയാ പറയാ. എന്താ, ഇഷ്ടായില്ലേ? ഇഷ്ടായി, ഒരുപാട് ഇഷ്ടായി. അപ്പൊ ഇനി ഞാൻ അങ്ങനെ വിളിക്കാം. ഡാ ചേട്ടാ, വാടാ, ഫുഡ് കഴിക്കാൻ സമയായി. നിന്റെ സൊള്ളൽ ഇതുവരെ കഴിഞ്ഞില്ലേ? ഓ പരനാറി, സമ്മതിക്കില്ല അവൻ്റെ അമ്മൂമ്മയുടെ ഒരു ഫുഡ്. ആടാ, താൻ ഫുഡ് കഴിക്കാൻ വരുന്നോ? ഇല്ല, ഞാൻ പിന്നെ അവളുമാരോടെ കഴിച്ചോളാം. എന്താണ് മോളൂസ്, കഴിഞ്ഞില്ലേ വെള്ളവർക്കൽ? എടി, ആ ചെറുക്കനെ ഒന്ന് വിടടി, അവൻ വീട്ടിൽ പോട്ടെ. ഒന്ന് പോയേടി. ഹലോ അല്ലിയാമ്പൽ, ഞങ്ങളെന്നാ ഇറങ്ങാം, നാളെ കാണാം. അപ്പൊ ശരിയടോ. ഓ, അപ്പൊ അവിടം വരെയൊക്കെ ആയി കാര്യങ്ങൾ. കൊല്ലാനാണോ വളർത്താനാണോ ദൈവത്തിനറിയാം. ഓ, നീ ആ കരുന്നാക്കിട്ട് വളയ്ക്കാതെ എന്റെ കിങ്ങിണി. ഇതെവിടെ പോയി? ഇവിടൊന്നും കാണുന്നില്ലല്ലോ. അല്ലി, ആ, വന്നോ? എവിടെയായിരുന്നു? കുറച്ച് ബിസി ആയിരുന്നടോ. പിന്നെ കണ്ട് അവളെയും കൂടെ പിക്ക് ചെയ്യാനുണ്ടായിരുന്നു, അതാ വൈകി. എന്താടോ? ആരെ? ഓ, അത് അഞ്ജലി, എൻ്റെ മുറപ്പെണ്ണ. ഓ ശരി. ഒരു മുറപ്പെണ്ണ്. കുശുമ്പ് തീരെയില്ല. നിന്നെ ഞാൻ പിന്നെ എടുത്തോളാം. ഹായ് മോളെ, ഞാൻ ലക്ഷ്മി. മനസ്സിലായില്ലേ? ഞാൻ യാദവിന്റെ മമ്മിയാ. ഓ മൈ ഭാവി അമ്മായിയമ്മ. ശോ, എനിക്ക് വയ്യ. ഹായ് ആൻറ്റി. ആൻറ്റിയോ? മമ്മി, ഇനി അങ്ങനെ വേണം വിളിക്കാൻ. ആ ഓക്കെ മമ്മി. മിക്കവാറും ഈ തള്ളയെല്ലാം കുളവാക്കും. എനിക്കത് തന്നെ തോന്നി. രണ്ടുപേരും പൊരിഞ്ഞ സംസാരമാണല്ലോടാ. നമ്മുടെ മമ്മി ആയതുകൊണ്ട് പറയല്ല, മിക്കവാറും നിന്റെ കുറ്റമാവാനാ സാധ്യത. പോടാന്നറി. അപ്പൊ ശരി മോളെ, വൈകുന്നേരം റിസപ്ഷന് വരത്തില്ലേ? അപ്പൊ കാണാവേ. മമ്മി എന്നാ ചെല്ലട്ടെ. ഹാ മമ്മി, വൈകുന്നേരം കാണാം. ചെറുക്ക, നീ എന്ത് ചെയ്തിട്ടാലും എങ്ങനെ ചെയ്തിട്ടാലും ഒന്നും എനിക്കറിയണ്ട. ആ കൊച്ചിനെ തന്നെ എനിക്ക് മരുമോളായിട്ട് വേണം. പറഞ്ഞത് കേട്ടല്ലോ. ആഹാ, എന്ത് പെട്ടെന്ന് തള്ളയുടെ സ്വഭാവം മാറിയത്. അന്ന് ഞാൻ പറഞ്ഞപ്പോ നിങ്ങൾ ഇങ്ങനൊന്നും അല്ലല്ലോ തള്ളയെ പറഞ്ഞത്. ആരാണ് നിന്റെ തള്ള? എത്ര ധൈര്യം ഉണ്ടെങ്കിൽ എന്റെ മുഖത്ത് നോക്കി നീ തള്ളാന്ന് വിളിക്കൂ? യു ബ്ലഡി, എന്റെ മോനായിപ്പോയി. പിന്നെ ഈ കൊച്ച അതൊന്നും ഞാൻ അറിഞ്ഞില്ലല്ലോ. അപ്പൊ അങ്ങനെയൊക്കെ സംഭവിച്ചു പോകും. നീ മനുഷ്യ പറയാൻ നോക്ക്. ഞാൻ എങ്ങനെ പറയും, നീ അങ്ങ് പറഞ്ഞോ. രണ്ടുപേരും കഥകളി കഴിഞ്ഞെങ്കിൽ കാര്യമെന്ന് പറയാം. കുറെ നേരമായി മനുഷ്യനെ ഇവിടെ പിടിച്ചിരുത്തിയിട്ട്. മോനെ കണ്ണ, നിനക്ക് എത്ര വയസ്സായെന്ന് വല്ല വിചാരം ഉണ്ടോ നിനക്ക്? നിന്റെ അതേ പ്രായമല്ലേ കാർത്തി? അവന്റെ വരെ കല്യാണമായി. നീ ഇങ്ങനെ മൂത്ത് നരച്ച് മൂക്കിൽ പല്ലും വന്ന് അവിടെ ഇരുന്നു. മമ്മി, എന്ത് മമ്മി? എത്ര ആലോചന ആ ബ്രോക്കർ കൊണ്ടുവന്നതാ. അതൊന്നും ഇവന് കണ്ണി പിടിക്കത്തില്ല. എന്നാ എന്റെ മോൻ പ്രേമിച്ചൊരുത്തിയെ കൊണ്ടുവരുമെന്ന് കരുതിയ
അതിന് പോലും കഴിവില്ലാത്തൊരു മൊണ്ണയാണല്ലോടാ നീ. ഹാ, ഇനി ഒരു വഴിയേ ഉള്ളൂ. ഞാൻ കാണിച്ചു തരും, നീ കെട്ടും, അത്ര തന്നെ. പിന്നെ എനിക്കൊന്നും വയ്യ. അവന് വേണ്ടെങ്കിൽ വേണ്ട മമ്മി, ഞാൻ കെട്ടിക്കോളാം. മുട്ടേന്ന് വിരിഞ്ഞില്ല, അപ്പോഴവൻ്റെ ഒരു കല്യാണം. പൊക്കോണം. എൻ്റെ പൊന്നു മമ്മി, മുട്ടേന്ന് വിരിഞ്ഞ എൻ്റെ തോട് വരെ പൊടിഞ്ഞുപോയി. എന്നിട്ടാ ഒന്നുമില്ലെങ്കിൽ 24 വയസ്സുള്ള ഒരു പൗരനല്ലേ ഞാൻ. ശരി, 24 വയസ്സുള്ള പൗരന് എത്ര സപ്ലി ഉണ്ട്? ഇയാളിത് ഓൺലി 24. മടലെടുക്കണോ? എന്തിന്? യു ഗ്യാസ് ക്യാരി ഓൺ. ഞാൻ പോയി കൊച്ചിറ്റി കാണട്ടെ. അപ്പ ശരിയടാ. അതങ്ങനൊരു വാഴ വേണ്ടു നിൽക്കുന്ന അടുത്ത വാഴ. പപ്പേ, ഡാഡി മമ്മി, എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഞാനൊരു പെൺകൊച്ചിനെ കണ്ടുവച്ചിട്ടുണ്ട്. ആ പെണ്ണിനെ മാത്രമേ ഞാൻ കല്യാണം കഴിക്കുള്ളൂ, പറഞ്ഞേക്കാം. മനുഷ്യനെ ഒന്ന് ഞുള്ളിക്കേ, ഇത് നമ്മുടെ മോൻ തന്നെയാ. ആ, നുള്ളാൻ പറഞ്ഞപ്പോ പിച്ചി പറിക്കുന്നു മനുഷ്യ. അതൊക്കെ പോട്ടെ, എന്താ കൊച്ചിന്റെ പേര്? എവിടെ ഉള്ളയാ? വീട്ടിലാരൊക്കെ ഉണ്ട്? ആ, കൊള്ളാം. മനുഷ്യനെ നിങ്ങളെ തന്നെ, ഒരു മാറ്റവും ഇല്ല. ദേ മമ്മി, എന്നെ കൂടുതൽ പുച്ഛിക്കൊന്നും വേണ്ട. എന്തായാലും അവളെ ഞാൻ കണ്ടുപിടിച്ചിരിക്കും, അവളുടെ ഡീറ്റെയിൽസ് കൊടുക്കും. ദേ നോക്കിയിരുന്നു. മമ്മി, മമ്മി, മമ്മിയേ. ഓ, സന്ധ്യ നേരത്ത് കിടന്ന് അമ്മറാതട കാണ്ടാമൃഗമേ. കാണ്ടാമൃഗം നിങ്ങളുടെ കെട്ടിയവൻ. ഡാഡാ, ഞാൻ നിങ്ങളുടെയൊക്കെ അപ്പനാടാ, കുറച്ച് ബഹുമാനം. ഓ സോറി പപ്പേ. എന്തായിരുന്നു മമ്മിക്ക് അറിയണ്ടേ? പെണ്ണിന്റെ ഡീറ്റെയിൽസ് അല്ലേ? പെണ്ണിന്റെ പേര് ആമ്പൽ കൃഷ്ണ, ഡിഗ്രി ഫൈനൽ ഇയർ പഠിക്കുന്നു. പിന്നെ അച്ഛൻ കൃഷ്ണദേവ്, അമ്മ വിദ്യാകൃഷ്ണ, പിന്നെ ഒരു ട്വിൻ സിസ്റ്റർ ഉണ്ട്, താരാകൃഷ്ണ. ആ താര എൻ്റെ ആളാണ്. നോ, യു ഗൈസ് ക്യാരി ഓൺ. ഓ, ഇത്ര പെട്ടെന്ന് ഡീറ്റെയിൽസ് എടുത്തോ? ഐ എം പ്രൗഡ് ഓഫ് യു മൈ സൺ. നീ എൻ്റെ അഭിമാനം കാത്തു. ശരി, സമ്മതിച്ചു. പേരൊക്കെ കൊള്ളാം. ഇനി ആ കൊച്ചിനെ ഞങ്ങളെങ്ങനെ കാണും? നാളെ കല്യാണത്തിന് പോയല്ലേ, അപ്പൊ കാണാം. കല്യാണ പെണ്ണിന്റെ ഫ്രണ്ടാ ആള്. കൂടുതൽ ആലോചിക്കൊന്നും വേണ്ട. എനിക്ക് ഇഷ്ടപ്പെട്ടില്ലേ അപ്പളേ ഞാൻ നോ പറയും, പറഞ്ഞേക്കാം. ആദ്യം മമ്മി കാണി, എന്നിട്ട് അഭിപ്രായം പറ. ഓന്തു മാറോ ഇതുപോലെ നിറം. ഡാ ചേട്ടാ, നീ എന്തുവാടാ ചെയ്യുന്നേ? കുറെ നേരമായല്ലോ, കണ്ണാടിയുടെ മുന്നിൽ നിന്ന് മാറുന്നില്ല. ഓ, ഒന്ന് പോയേടാ. ഇന്നെന്റെ പെണ്ണ് തിരിച്ച് നാട്ടിൽ പോവാ. അതിനു മുന്നേ അവളെ എനിക്ക് വളയ്ക്കണം. അതിനു വേണ്ടിയുള്ള മേക്കപ്പ്. ഓ, മമ്മിയുടെ മോൻ ഇപ്പോഴെങ്കിലും ബുദ്ധി വന്നല്ലോ. മോൻ നന്നായിട്ട് ഒരുങ്ങും. മമ്മിയുടെ 2 ക്രീമും കൂടെ എടുത്തോണ്ട് വരാവേ. പിന്നെ അവളങ്ങാണ് നിന്നെ റിജക്റ്റ് ചെയ്താ പിന്നെ പടി ചവിട്ടി പോരുത്, പറഞ്ഞേക്കാം. ഓ ഡാർക്ക്, നിന്റെ കാര്യം ഏതാണ്ട് തീരുമാനമായി മോനെ. ഓ, എത്ര നേരമായിട്ട് നിന്നെയൊക്കെ നോക്കിയിരിക്കാൻ തുടങ്ങിയിട്ട്. ബാ അകത്തോട്ട് കയറിയോ. ഓ, ഒന്നും പറയണ്ട എന്റെ മൈനെ. ഈ ജന്തു റെഡിയാവാൻ എത്ര സമയം എടുത്തെന്നറിയാമോ? മനുഷ്യനെ വിശന്നിട്ട് വയ്യ. മാറങ്ങോട്ട്, എന്തെങ്കിലും തിന്നാനുണ്ടോ നോക്കട്ടെ. ഓ, തീറ്റാന്നൊരു വിചാരേ ഉള്ളൂ. ശവം. ഇയാളിതെവിടെ പോയി? അല്ലെങ്കിൽ എന്നെ കാണുന്നുടനെ വരുമായിരുന്നല്ലോ. ഹലോ ലേഡീസ്, ചേട്ടൻ വൈകിയോ? ഓ, വന്ന ശവം. ഇനി ഇവനെ സഹിക്കണം. ഉണ്ണി, നിന്റെ ഏട്ടൻ എവിടെ പോയി? കണ്ടില്ലല്ലോ ഇതുവരെ. ഓ, അവനെ മമ്മി കടയിൽ ഏതാണ്ട് സാധനം വാങ്ങാൻ വിട്ടേക്കോ, കുറച്ച് കഴിയുമ്പോ വരും. ഓ, മൂടുപോയി. ഇനി ഇവിടെ നിന്നിട്ട് എന്തിനു? എടി കിങ്ങിണി, ഞാൻ ആ ഗാർഡനിൽ എങ്ങാനും കാണും. എന്നെ അന്വേഷിച്ച് വരണ്ട. ഓ ശവം, എന്നെ ഈ തെണ്ടിയുടെ അടുത്ത് എറിഞ്ഞിട്ട് അവള് സ്ഥലം വിട്ടു. ഷോ, മഴ പെയ്തല്ലോ. ഇനി എന്തോ ചെയ്യും? ഇങ്ങോട്ട് കയറി നിൽക്കാം. ഹലോ വല്യാമ്പൽ,
ഹാ വന്നോ? ഇതെവിടെയായിരുന്നു? കുറച്ച് ബിസി ആയിരുന്നടോ. ആകെ നനഞ്ഞു. നല്ല മഴ. ഓ ആരെങ്കിലും ഒന്ന് പറ ഇവനോട് എൻ്റെ അടുത്തൊന്ന് മാറാൻ. ഷോ കൺട്രോൾ തരണേ ഭഗവാനേ. എടോ, എവിടെയാ താൻ? ബാ, നമുക്ക് അങ്ങോട്ട് കയറി നിൽക്കാം. ഓ പോയി, ഇനി പറഞ്ഞിട്ട് കാര്യമില്ല. ഓടിക്കോ ഓടിക്കോടി കിങ്ങിണി. എന്താ എന്നെ പറ്റി? നീ എന്തിനാ ഈ വിസയില് വിട്ട പോലെ ഓടി വരുന്നേ? കാര്യം പറ. നീ അവനെ കൊന്നോടി. മനുഷ്യനായ കൺട്രോള് വേണമടി, കൺട്രോള്. ഇനി ആ കോഴിക്കുഞ്ഞിന്റെ മുഖത്ത് ഞാൻ എങ്ങനെ നോക്കും? എടി പറഞ്ഞു നിൽക്കാൻ സമയമില്ല, വേഗം വാ, ടിക്കറ്റ് ബുക്ക് ചെയ്ത് നമുക്ക് നാട്ടിൽ പോവാം. ഓ ഇങ്ങോട്ട് വരാൻ നേരം ആ പപ്പയുടെ ഉപദേശം കേട്ടപ്പോഴേ ഞാൻ വിചാരിച്ചതാ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവും. ഇനിയിപ്പ വാ, വെറുതെ അടി കൊള്ളണ്ട. എടാ ചെറുക്ക, ആ അമ്പൽമോള് വീട്ടിൽ പോയി. നീ ഇങ്ങനെ ഇരുന്നു, ഒരു പ്രയോജനവും ഇല്ല. അല്ല, നിന്റെ ചുണ്ടിന് തന്നെ പറ്റി? മൊത്തം ഏതാണ്ട് കടിച്ചു മുറിച്ചു വെച്ചേക്കുന്ന പോലുണ്ടല്ലോ. അതവിടെ വെച്ചാണ്ട് എന്നെ കടിച്ചതാ. മമ്മി ഒന്ന് പൊയ്ക്കേ, ഞാൻ ആകെ പൊളിഞ്ഞിരിക്കുക. ഡീ കിങ്ങിണി, എന്താടി? എടി എനിക്ക് അവനോട് സോറി പറയണം. എടി വാവേ, നിനക്ക് കിട്ടിയൊന്നും പോരെ? എനിക്കൊന്നും വയ്യ ആ മസിലളിയൻ്റെ അടി കൊള്ളാൻ. ഒന്ന് പോയടി. എടി നമുക്ക് അവിടം വരെ ഒന്ന് പോകാം, പ്ലീസ് പ്ലീസ് പ്ലീസ്, സമ്മതിക്കടി. ശരി ശരി. പന്നി എന്നെയും കൂടെ കൊരക്കി കൊടുക്കുമെന്നാ തോന്നുന്നത്. നിങ്ങൾ വന്ന എന്തായാലും നല്ല സമയത്താ. നാളെ അഞ്ജലിയുടെ കല്യാണ. ആരാ കല്യാണ ചെറുക്കൻ? പയ്യനെ നിങ്ങൾക്കൊക്കെ അറിയാവുന്ന ആള് തന്നെയാ, അവളുടെ മുറച്ചെറുക്കൻ. എടി നിങ്ങൾ വരുന്നു കല്യാണത്തിന്? എന്താ ഫുഡ്? നല്ല അടിപൊളി സദ്യ. ഓക്കേ, ഐ എം കമ്മിങ്. ആമ്പലേ നീയോ? ഞാനൊന്നും ഇല്ല വിളിക്കാത്ത കല്യാണത്തിന്. ഒരു സത്യഭാമ വന്നേക്കുന്നു. അവന്റെ കല്യാണമാണെന്ന് ഓർത്താ ഈ ഷോ. മൊണ്ണ തന്നെ. അല്ലി, നിനക്ക് എന്നോടെന്തെങ്കിലും പറയാനുണ്ടോ? സോറി. എന്തിന്? അന്ന് അങ്ങനെയൊക്കെ. എങ്ങനെയൊക്കെ? യദുവേട്ടാ. എന്താ വിളിച്ചേ? യദുവേട്ടാ, എന്തേ ഇഷ്ടപ്പെട്ടില്ലേ? ഒരുപാട്.
ഇതുവേട്ട എനിക്കൊരു കാര്യം, എനിക്ക് നിങ്ങളെ അങ്ങനെ മാസങ്ങൾ കടന്നുപോയി. ഇതിൻ്റെ ഇടയിൽ നമ്മുടെ ആമ്പൽ കൃഷ്ണ ഒഫീഷ്യലി ആമ്പൽ യാദവായി മാറി കേട്ടോ. പിന്നൊന്നും പറയണ്ടല്ലോ, നമ്മുടെ മമ്മിക്ക് ഇഷ്ടപ്പെട്ട മരുമോളെ കിട്ടിയപ്പോൾ മമ്മി ഹാപ്പി, കൂടാതെ പപ്പയെ ഹാപ്പി. പിന്നെന്ത് വേണം? പിന്നെ നമ്മുടെ കോഴിക്കുഞ്ഞും പൂച്ചക്കുട്ടിയും തമ്മിലുള്ള വഴക്ക് ആ വഴി അങ്ങ് പോയിക്കോട്ടെ, അവരെ നമുക്ക് മൈൻഡ് ചെയ്യണ്ട. ഇപ്പം അവരെല്ലാവരും ഒരു ഫാമിലി ട്രിപ്പിൻ്റെ തയ്യാറെടുപ്പിലാണ്. എന്നാൽ നമുക്ക് അവിടം വരെ പോയെന്ന് നോക്കിയാലോ? ഡാ ചെറുക്ക, കിട്ടിയോ? കുറെ നേരമായല്ലോ നീ ആ കമ്പ്യൂട്ടറിന്റെ മുന്നിൽ കമന്ന് കിടക്കുന്നു. കിട്ടിയോടാ? ഇന്നെങ്ങാനും നടക്കുവോ എൻ്റെ ചെറുക്ക? അതെ അതെ, ഒന്നും നിർത്തുന്നുണ്ടോ? കുറെ നേരമായി മനുഷ്യന്റെ കോൺസെൻട്രേഷൻ കളയാനായിട്ട്. ഹേ കിട്ടിയാ? ഹേ നീ എപ്പോ വന്നു? ഞാൻ രാവിലെ ട്രെയിൻ കയറി. പോണ്ട നമുക്ക്. കിട്ടി, എല്ലാരും ബാഗ് പാക്ക് ചെയ്തോളൂ. യെസ് കിട്ടി. അങ്ങനെ എന്റെ മാവിന് പോത്തു.